ഇത് നമ്മുടെ എന്തൊരു കുടുകുടു വണ്ടി. ഇൻട്രോ എടുക്കാന്ന് വിചാരിക്കുമ്പോ അവിടെ കുറെ മാമന്മാര്. നമുക്ക് നല്ല ആരും ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് ഇൻട്രോ എടുക്കാം. ഹേ ഗൈസ്, ഇത് നമ്മുടെ ഓണം ഷോപ്പിംഗ് വീഡിയോയുടെ പാർട്ട് 2 ആണ്. ആൻഡ് കഴിഞ്ഞ വീഡിയോയിൽ ഗൈസ് ഞാനൊരു 100 തവണയെങ്കിലും ഗൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഫസ്റ്റ് ലോങ് വീഡിയോ ഇല്ലേ, അതുകൊണ്ടായിരിക്കും. പക്ഷെ ഈ വീഡിയോയിൽ നമ്മൾ ഇത് നികത്തുന്നതായിരിക്കും. സോ നമുക്ക് അവിടെ എല്ലാവരെയും ആയിട്ട് എത്തിയിട്ട് കാണാം കേട്ടോ. വെട്ടമടിക്കുകയാണ്. ഇന്ന് വരേണ്ടവരൊക്കെ വരാന്ന് പറഞ്ഞവരൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോ നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മളിപ്പോ രാമേന്ദ്രയിൽ പോവാണ് കേട്ടോ. അതായത് രാമചന്ദ്രനിൽ, ഞങ്ങള് രാമേന്ദ്രനെ പറയും. സോ നമ്മള് രാമേന്ദ്രയിൽ പോവാൻ വേണ്ടിട്ട് നടക്കുവാണ്. അവിടെ എത്തിയിട്ട് കാണാമേ. ഇതാണ് നന്ദന, പിന്നെ എന്റെ വിനോയിനി. ആ കളറാണ് എടുക്കാൻ പോണം. ബോയ്സിന്റെ ഡ്രസ് കോഡ് പീകോക്ക് ബ്ലൂ ആണ്. അപ്പം ഞങ്ങൾ അതിനനുസരിച്ച് നോക്കിയതാണിത്. ബട്ട് നോക്കട്ടെ, ഇനി നമുക്ക് നോക്കാം. ബോയ്സിന്റെ സെയിം കളറിൽ ഞങ്ങൾക്ക് ഒരെണ്ണം കിട്ടി കേട്ടോ. സോ അത് ഞങ്ങൾ എടുക്കാൻ പോവുകയാണ്. ഫിക്സ് ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ ഉള്ളവരൊക്കെ എടുക്കാൻ പോവുകയാണ്. ബാക്കിയുള്ളവർ ഈവനിങ് വന്നെടുക്കും. ഇനി നമുക്ക് സ്കേർട്ടും കൂടെ നോക്കാം കേട്ടോ. അയ്യോ അമ്മേ, ഒരു ആംബുലൻസ് പോയി ഗൈസ്. നമ്മളിപ്പോ രാമേന്ദ്രന്ന് ബ്ലൗസ് പീസും അതുപോലെ ലൈനിങ്ങും എടുത്തു. ഇനി നമുക്ക് കല്യാൺ സിൽക്സിൽ പോയി നോക്കാം. സ്കേർട്ട് എടുക്കാനുണ്ട്. അപ്പൊ നമുക്ക് പോയി നോക്കാം കേട്ടോ. കല്യാൺ സിൽക്സിൽ വന്നിട്ട് സ്കേർട്ടിനുള്ള മെറ്റീരിയലും ലൈനിങ്ങും മുറിച്ചെടുത്തോണ്ടിരിക്കുകയാണേ. നമുക്കിനി എല്ലാം ബില്ല് ചെയ്തിട്ടൊക്കെ കാണാം. നമ്മള് തുണിയൊക്കെ എടുത്തു കഴിഞ്ഞു. ഇനി നെക്ലസും ബാംഗിളും എന്നുവെച്ചാൽ വളയും ഇയറിങ്സും ഒക്കെ മേടിക്കാനുണ്ട്. സോ നമുക്ക് പെട്ടെന്ന് അതും കൂടെ മേടിച്ചിട്ട് പോവാൻ ബസ്സില്ല. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാമേ. ഞാൻ ഇരിക്കുന്നുണ്ട്. രാവിലെ ഞാൻ എങ്ങനെ പോയെന്ന് നിങ്ങൾ കണ്ടയാണല്ലോ. ഭയങ്കരമായിട്ട് അലഞ്ഞ് ഗൈസ്, തളർന്ന് വയ്യാണ്ടായി. ഇപ്പൊ ഞങ്ങള് കടക്കാവൂര് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണേ. ഇനി ഇവിടെ നിന്ന് ബസ്സിന് നേരെ വീട്ടിൽ പോണം. എന്നിട്ട് വീട്ടിലെത്തി കണക്കൊക്കെ നോക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കാനുള്ള ക്യാഷ് അതൊക്കെ ഇത് ചെയ്തതിന് ശേഷമേ നമുക്കിനി റെസ്റ്റ് ഉള്ളൂ. തളർന്നു ഗൈസ്. ഇന്നുണ്ടല്ലോ ഒരു കോമഡി നടന്നു കേട്ടാ. ഞങ്ങള് രാവിലെ വരാൻ നേരം ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയായിരുന്നു. അപ്പൊ വിനോ ഇനി എന്തോ ഒരു കോമഡി പറയാനല്ല, എന്തോ ഒന്ന് കണ്ടിട്ടിരുന്ന ചിരിച്ചു. മുകളില് 2 പട്ടികൾ ഇരിക്കുന്ന കണ്ടിട്ട് ഞാൻ പറഞ്ഞു വിനോയിനി ഞാനും നീയും. വളരെ ചിരിച്ച് അവളെ കോമഡി പറഞ്ഞിട്ട് അവളെ ചിരിച്ച്. ആംബുലൻസ് ഇങ്ങനെ അങ്ങനെ എല്ലാ വണ്ടിയും പോകുമ്പോ ശ്രദ്ധിക്കുമേ. അങ്ങനെ ഒരു അപ്പാപ്പനാണെങ്കിൽ സൈക്കിൾ വന്നിട്ട് അവിടെ നിർത്തി വെട്ടൊന്ന്, എന്നിട്ട് വളച്ചെടുത്തിട്ട് ഞങ്ങളുടെ അടുത്ത് എന്നിട്ട് ചോദിക്കില്ലേ ആംബുലൻസ് ആണോ എന്നിങ്ങനെ ചോദിക്കും. അങ്ങനെ ഒരുമാതിരി എന്നെ ആക്കി തിരിച്ചിട്ട് പോയി. ഞാൻ എന്താ ഇങ്ങനെ ഇതൊക്കെ കോമഡി. വേറൊരു കോമഡി ഉണ്ടായി. ഇത് ഫസ്റ്റ് ഇത് നടക്കുന്നതിന് മുമ്പ് ആദ്യം എല്ലാ ഓട്ടോക്കാരും ഇങ്ങനെ പൊക്കോണ്ടത്. അങ്ങനെ ഒരു ഓട്ടോക്കാരും ഇങ്ങനെ നോക്കിക്കൊണ്ട് പോണ്. അങ്ങനെ ഞാൻ ചോദിച്ചു ഇന്ദ്ര നോക്കുന്നു വളരെ അനുസരിച്ച് ഇടിക്കണം. ഉടനെ അയാള് ആ ഓട്ടോയിൽ ആളുണ്ടായിരുന്നു. അപ്പൊ അയാൾ ആളെ പോയി ഇറക്കിയിട്ട് തിരിച്ചു വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ചോദിക്കില്ലേ എന്തെങ്കിലും പറഞ്ഞായിരുന്നോന്ന്. ഞാൻ ഇങ്ങനെ അതോടെ അയാളങ്ങ് പോയി. പിന്നെ അയാള് ചോദിക്കാനായിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. എന്നിട്ട് ഞങ്ങള് ഇന്ന് പറഞ്ഞപ്പോ തന്നെ അയാൾ തിരിച്ചു പോവുകയും ചെയ്ത്. പെട്രോൾ നഷ്ടപ്പെടുത്തി. അത്രയും നമ്മളെ കണ്ടിട്ട് വന്നേയിരിക്കും. അത്രയ്ക്കും ബുദ്ധിയില്ലെന്നാ വിനോയിനി. ചിരിക്കുന്നുണ്ടോ ഇപ്പൊ ആംബുലൻസ്? ആക്ച്വലി ഗൈസ് എന്റെ തൊണ്ട ഇങ്ങനെ ഇടറിയിട്ട് ഞാൻ ചിരിക്കുന്നതാണ്. അല്ലാതെ ഞാൻ ആംബുലൻസിനെ പോലെ അല്ല ഞാൻ ചിരിക്കുന്നത്. ഇവള് പലതും പറയും. അത് ഷാജി സാറല്ലേ പോണത്? അല്ല ഞങ്ങളുടെ സ്കൂള് അക്കൗണ്ടൻസി. ടെൻഷനായ ബുദ്ധി വരില്ലെന്ന് പറഞ്ഞൂടെ? ടെൻഷനായ ബുദ്ധി വരൂലെന്ന്.
ഞങ്ങളുടെ സ്കൂളിൽ അക്കൗണ്ടൻസി പഠിപ്പിക്കുന്ന സാറാണ് ഷാജി സാർ. ഷാജി സാറിന്റെ ഒക്കെ പോലത്തെ ഒരു കാറ് കണ്ട്, അതാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. എല്ലാത്തിനും തലയാട്ടം. നമ്മള് മെയിൻ ആയിട്ട് ലേറ്റ് ആവാൻ കാര്യം എന്താണെന്നറിയാമോ? പറഞ്ഞോളൂ. ആര് തീനെ കൊണ്ട് ഒരു കടയിൽ കയറിയുണ്ടല്ലോ ഗൈസ്, ഇവളെല്ലാരടുത്തും പോയി അങ്ങ് മിണ്ടും. അപ്പൊ അവിടത്തെ ആന്റിമാർക്ക് എന്തോ ജോലി, ഇവളുടെ കഥ കേൾക്കുന്നതാണ് ജോലി. ഇന്ന് നോക്കിയപ്പോ ഞങ്ങള് ഇവർക്കുള്ള സ്കേർട്ടിന്റെ മെറ്റീരിയൽ കട്ട് ചെയ്ത് മേടിക്കായിരുന്നേ. ഇവർ അവിടെ ഇരുന്നിട്ട് ആ ആന്റിയുടെ മോനുള്ള കല്യാണ ആലോചന. എന്നിട്ട് ആരല്ലേ എനിക്ക് വേണ്ട, അഷ്ടമീന് വേണമെങ്കിൽ നോക്കിക്കോന്ന്. എന്തൊക്കെയാണോ എന്തോ. അതാണ് ഞങ്ങൾ മെയിൻ ആയിട്ട് ലേറ്റ് ആയത്. പിന്നെ ഒന്നും കഴിച്ചില്ല ഗൈസ്. ഞങ്ങള് മന്തി കഴിക്കണോന്നൊക്കെ പ്ലാനിലാണ് പോയത്. പക്ഷേ എല്ലാരും ഡിപ്രീസിയേഷനിലായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ ഡിപ്രീസിയേഷൻ മീൻസ് ഡിപ്രഷൻ. ഞങ്ങൾ അക്കൗണ്ടൻസി സ്റ്റുഡൻസ് ഇങ്ങനെ പറയും, പഠിപ്പികൾ. എല്ലാത്തിനും തലയാട്ടിക്കോ ഗൈസ്. ഇന്നലെ വീട്ടിൽ വന്നിട്ടേ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞാൻ വീഡിയോ എടുക്കണമെന്നേ ആ ഒരു മൈൻഡേ ഇല്ലായിരുന്നു, അങ്ങോട്ട് മറന്നുപോയത് അത്രയ്ക്കും. അങ്ങനെ ഞങ്ങൾ ബ്ലൗസ് പീസൊക്കെ എടുത്തു. ഞാൻ സ്കേർട്ട് മെറ്റീരിയൽ എടുത്തില്ല, റെഡിമെയ്ഡ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നെക്ലസ് എടുത്തു, വള എടുത്തു, ജുംക്ക ഉണ്ട് എൻ്റെ കയ്യിൽ ആക്ച്വലി അതിന് മാച്ചായ. അപ്പോൾ ഇത്രയൊക്കെ എടുത്തുള്ളൂ. അടുത്തത് ഓണം സെലിബ്രേഷൻ FT സ്കൂൾ എഡീഷൻ വീഡിയോ ആയിരിക്കും. സോ അതിൽ നിങ്ങൾക്ക് എടുത്ത ഔട്ട്ഫിറ്റിനെ കുറിച്ചൊക്കെ കാണാം. പിന്നെ ഗൈസ് അവിടെ മഴയൊക്കെ ഉണ്ടാവും. ഇവിടെ നല്ല മഴ. ഇപ്പൊ ഇത്രയും നല്ല വെയിൽ വന്നിട്ടുണ്ട്, അതാണ് ഞാൻ വീഡിയോ എടുത്തത്. സോ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.